ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ലെയർ എഡ്ജ് ടെസ്റ്റ് നെറ്റ് ആണ്. എങ്ങനെ ഈ ടെസ്റ്റ് നെറ്റിൽ പങ്കെടുക്കാം, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഈ ടെസ്റ്റ് നെറ്റിൻ്റെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് യൂസ് കേസ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ടെസ്റ്റ് നെറ്റുകൾ എന്ന് പറഞ്ഞാൽ ബിറ്റ് കോയിൻ ബേസ്ഡ് ആയിട്ട് വരുന്ന പ്രൊജക്റ്റുകളാണ്. കാരണം ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ള ഒരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ബിറ്റ് കോയിൻ തന്നെയാണ്. അപ്പോൾ ബിറ്റ് കോയിനിൽ ബിൽഡ് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഉറപ്പായിട്ട് നല്ല ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ബിറ്റ് കോയിനിൽ വരുന്ന പ്രൊജക്റ്റുകൾ ചൂസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, ഇന്നത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ലെയർ എഡ്ജ് ആണ്. ലെയർ എഡ്ജ് എന്ന് പറഞ്ഞാൽ ബിറ്റ് കോയിൻ ബാക്ക്ഡ് ഇൻ്റർനെറ്റ് എന്ന് ഉള്ള ഒരു കാര്യം എയിം ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. ഓക്കെ, ഇവർ ചെയ്യുന്ന എത്ര മാത്രമേ ഉള്ളൂ, ബിറ്റ് കോയിനിലേക്ക് വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ ബിറ്റ് കോയിനിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന എല്ലാ ലെയേഴ്സിനും ആപ്സിനും ഒരു എക്സ്ട്രാ ലെയർ ഓഫ് വെരിഫിക്കേഷൻ അതുപോലെ തന്നെ ട്രസ്റ്റ് കൂട്ടുക എന്നുള്ളൊരു പ്രൊജക്റ്റാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ വെരിഫിക്കേഷൻ, ഇപ്പോൾ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷനും അതുപോലെ തന്നെ ഫേസ് ലോക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിനിലും ഒരുപാട് വെരിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ വെരിഫിക്കേഷൻസിൻ്റെ എണ്ണം കുറയ്ക്കുകയും അതിലൂടെ നമ്മളുടെ ബിറ്റ് കോയിനിലൂടെ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമ്മളുടെ ഫീ കുറയുകയും പെട്ടെന്ന് തന്നെ ട്രാൻസാക്ഷൻ നടക്കുകയും ചെയ്യും, സേഫ്റ്റി കൂടുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, സ്പീഡ് കൂടും, അതിനോടൊപ്പം തന്നെ സെക്യൂരിറ്റി കോംപ്രമൈസ് ആവുന്നില്ല, സെക്യൂരിറ്റിയും കൂടും. അത്ര മാത്രമാണ് ഈ പ്രൊജക്റ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഇൻസെൻറ്റിവൈസ് ടെസ്റ്റ് നെറ്റ് ഇപ്പോൾ നിലവിൽ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ 2 ഫേസ് ആയിട്ടാണ് ഇവരുടെ ടെസ്റ്റ് നെറ്റ് റൺ ആവാൻ പോകുന്നത്. ഫേസ് 1 എന്ന് പറഞ്ഞാൽ ക്ലോസ് ടെസ്റ്റ് നെറ്റ് ആണ്. ജനുവരി 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെയാണ് ഈ ഒരു ടെസ്റ്റ് നെറ്റ് നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്നത്. ഫേസ് 1. ഫേസ് 2 എന്താവും, പബ്ലിക് ബീറ്റ ടെസ്റ്റ് നെറ്റ് ലോഞ്ച് ആവുന്നതാണ്. അത് ജനുവരി 28-ാം തീയതിയാണ് ലോഞ്ച് ആവുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ലെയർ എഡ്ജ് ടെസ്റ്റ് നെറ്റിൽ പങ്കെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ലെയർ എഡ്ജിൻ്റെ സൈറ്റിലേക്ക് വരണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇവിടെ നമുക്ക് കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആൻഡ്രോയിഡോ iOS ഒക്കെ യൂസ് ചെയ്യുന്നവർ എന്ത് ചെയ്യുക, എക്സ്റ്റൻഷൻ വർക്ക് ആവുന്ന ഒരു ബ്രൗസർ യൂസ് ചെയ്യുക. ക്രോം അല്ലാതെ കിവി ബ്രൗസറോ അല്ലെങ്കിൽ മൈസസോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ബ്രൗസർ വർക്കാവും. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ മെറ്റാമാസ്കിൻ്റെ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വാലറ്റ് ഇമ്പോർട്ട് ചെയ്തിരിക്കണം. അത് മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ വാലറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏത് വാലറ്റ് ആണെന്ന് ചോദിക്കും. ഞാനിവിടെ ചൂസ് ചെയ്യുന്ന മെറ്റാമാസ്ക് ആണ്. മെറ്റാമാസ്ക് കൊടുത്ത് നമുക്ക് കൺഫർമേഷൻ കാര്യങ്ങളെല്ലാം വരും. ഇതെന്ത് ചെയ്യുക, ജസ്റ്റ് കണക്ട് കൊടുക്കുക. ഓക്കെ, കണക്ട് കൊടുത്ത് നമ്മുടെ വാലറ്റ് കണക്ട് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ലെയർ എഡ്ജിൻ്റെ ടെസ്റ്റ് നെറ്റിലേക്ക് മുൻപോട്ട് പോകണമെങ്കിൽ ഇൻവിറ്റേഷൻ കോഡ് ഇല്ലാതെ പറ്റില്ല. ഇൻവൈറ്റ് ഓൺലി ആണ്. അപ്പോൾ നിങ്ങളും ഫ്രണ്ട്സിനെല്ലാം തന്നെ റെഫർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ കോഡ് അടക്കം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഉണ്ടാവും, അവർക്കും ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കോഡ് യൂസ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ പിൻഡ് കമൻറ്റിലും എൻ്റെ കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്രീനിലും കാണിക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ കോഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാമിൽ നിന്നെല്ലാം തന്നെ കോപ്പി ചെയ്തെടുക്കാം, എന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു കോഡ് കൊടുത്താൽ മാത്രമാണ് വർക്ക് ആവുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ വാലിഡേറ്റ് ആവും. വാലിഡേറ്റ് ആയതിനു ശേഷം എന്താവും, നമ്മൾ ഈ ഒരു ടെസ്റ്റ് നെറ്റിൻ്റെ പേജിലേക്ക് വരികയാണ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലൈറ്റ് നോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഒരു നോഡ് റൺ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ള എക്സ്ട്രാ ടാസ്കുകളോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും ടാസ്കും പ്രൂഫും കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ലോക്ക്ഡാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് എന്താവും, 28-ാം തീയതിയാണ് ഇവർ പറയുന്ന പോലെ ഫേസ് 2 ആകുമ്പോഴാണ് ടാസ്ക് കാര്യങ്ങളൊക്കെ വരിക. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ ചെയ്യും. ടാസ്കുകൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും 28-ാം തീയതി ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും നിലവിൽ നമ്മുടെ ലൈറ്റ് നോഡ് സ്റ്റോപ്ഡ് ആണ്. ഓക്കെ, സ്റ്റോപ്ഡ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ട് നോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ലൈറ്റ് നോഡ് സ്റ്റാർട്ട് ആവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ സ്റ്റാർട്ട് നോഡ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ തന്നെ കാണാൻ പറ്റും മെറ്റാമാസ്കിൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, സൈൻ ചെയ്ത് കൊടുക്കുക. സൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പ്രോസസ്സിംഗ് എന്നുള്ളത് സ്റ്റാർട്ട് നോഡ് മാറിയതിനു ശേഷം സ്റ്റോപ്പ് നോഡ് എന്ന് പറയുന്ന ഓപ്ഷനായി മാറും. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റും നമ്മുടെ ടോട്ടൽ നോഡ് പോയിന്റ്സ് ഇവിടെ കൂടിക്കൂടി വരുന്നുണ്ട്. 8 പോയിന്റ് ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു എഡ്ജ് പോയിന്റ് എന്നാണ് ഈ പോയിന്റ് ഇവർ പറയുന്നത്. ഓക്കെ, ഈ നോഡ് പോയിന്റ്സ് എനിക്ക് 10 ആയി കഴിഞ്ഞു. അങ്ങനെ നമുക്ക് റണ്ണിങ്ങിൽ വെക്കുന്തോറും നമുക്ക് എന്താ ഈ പോയിന്റ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആക്കി വെക്കണം, ഈ ഒരു ബ്രൗസർ ഇങ്ങനെ തുറന്ന് തന്നെ വെക്കണം എന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ വേണമെങ്കിൽ ബ്രൗസർ തന്നെ ക്ലോസ് ചെയ്ത് പോകാം. ഞാനിപ്പോൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഒരു പേജ് ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഇവിടെ റണ്ണിങ് എന്നാണ് കാണിക്കുന്നത്. ഞാനിവിടെ ഈ ഒരു പേജ് ക്ലോസ് ചെയ്യാണ്. ക്ലോസ് ചെയ്തതിനു ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഈ ടെസ്റ്റിൻ്റെ പേജിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ റണ്ണിങ് തന്നെയാണ് നിലവിലുള്ളത്. ഓക്കെ, സ്റ്റോപ്പ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓരോ 24 മണിക്കൂർ ഇവിടെ കാണാൻ പറ്റും ലോഗ് ബാക്ക് ഇൻ എവരി 24 hours ടു കീപ് റണ്ണിങ് യുവർ ലൈറ്റ് നോഡ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഓരോ 24 മണിക്കൂറിലും ജസ്റ്റ് ഒന്ന് കയറി എന്ത് ചെയ്താൽ മതി, ഈ സ്റ്റാർട്ട് നോഡ് കൊടുത്താൽ മതി. അത് മറന്നു പോകരുത്. ഓരോ 24 മണിക്കൂറിലും കയറുക, സ്റ്റാർട്ട് നോഡ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രൗസർ ഓരോ ദിവസം നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു പേജ് ഒന്ന് ഓപ്പൺ ആക്കുക. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് നോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറന്നുപോയില്ല. ഇത്ര കാര്യം മാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണ്, ഡെയിലി സ്ട്രീക്ക് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ കാണാൻ പറ്റും ഡെയിലി സ്ട്രീക്ക്, ഡേ സ്ട്രീക്ക് എന്ന് പറയുന്ന ഒന്നാണ്. ഞാനിപ്പോൾ എന്നാണ് ജോയിൻ ചെയ്തത്. അതിനുശേഷം ക്ലെയിം റിവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ റിവാർഡ് ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ 7 ദിവസം ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 500 പോയിന്റിൻ്റെ ബോണസും കിട്ടും ആ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, വേറെ എക്സ്ട്രാ സ്റ്റെപ്പുകളോ കാര്യങ്ങളോ ഒന്നും നിലവിൽ അൺലോക്ക് ആയിട്ടില്ല. നമുക്ക് അൺലോക്ക്ഡ് ആയിട്ടുള്ള റെഫറലാണ്. റെഫർ ചെയ്യാൻ പറ്റുന്നവരെല്ലാം തീർച്ചയായിട്ടും മാക്സിമം ചെയ്യാൻ നോക്കുക. അതിനനുസരിച്ചുള്ള റിവാർഡ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളുടെ കോഡ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, നിങ്ങൾക്ക് ഈസിലി അവരുടെ കോഡ് വെച്ച് ഒരു ബോണസും കിട്ടുന്നതാണ്. ഇനി ഫേസ് 2 28-ാം
തീയതി സ്റ്റാർട്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്കും ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോയും ചെയ്യും. ഈ ഒരു പേജ് തന്നെ ആയിരിക്കും. ഇവിടെ നമുക്ക് ടാസ്ക്, പ്രൂഫ് കാര്യങ്ങളെല്ലാം അൺലോക്ക് ആവുകയാണ് ചെയ്യുക. ഓക്കെ, ഫണ്ടിങ്ങോ കാര്യങ്ങളൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല. കാരണം ഇത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ്. ഫേസ് 2 കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ഫണ്ടിങ് അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വരും. അപ്പോൾ ഫേസ് 2ലേക്ക് വരുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായുള്ള ടാസ്കുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ഒരുപാട് ആൾക്കാർ ഈ ടെസ്റ്റ്നെറ്റിൽ നിന്ന് പോവുക. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ്നെറ്റ് ഫാം ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും റിവാർഡ്സ് നല്ല രീതിക്ക് കിട്ടുക. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഏതൊരു ടെസ്റ്റ്നെറ്റ് ആണോ അല്ലെങ്കിൽ ഏതൊരു എയർ ഡ്രോപ്പ് ആണോ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് കുറവ്, ഏറ്റവും കൂടുതൽ ചെയ്യാൻ പാടുള്ളത്, അതിലായിരിക്കും ഏറ്റവും കൂടുതൽ റിവാർഡ് നമുക്ക് കിട്ടുക. അതിൻ്റെ കാരണം എന്താണ്? ഏറ്റവും കുറഞ്ഞ യൂസേഴ്സ് ആകുമ്പോൾ അവരുടെ കയ്യിലുള്ള ഫണ്ട് തരുന്ന ഒരു ഭാഗം നമുക്ക് വലുതാണ് കിട്ടുക. കുറേ ആൾക്കാരുണ്ടെങ്കിൽ ആ ഭാഗം ചെറുതായി പോകും. ഒരുപാട് എറേഴ്സും ഗ്ലിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരുപാട് ആൾക്കാർ ആ എയർ ഡ്രോപ്പ് നിർത്തിപ്പോവും. ആ നിർത്തിപ്പോകുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ആ എറേഴ്സും കാര്യങ്ങളൊക്കെ തരണം ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യും, അതിൻ്റെ റിവാർഡ് ഉറപ്പായിട്ടും കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കിയിട്ട് വേണം തീരുമാനിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഫണ്ടിങ് കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് വരുമ്പോഴായിരിക്കും എത്രത്തോളം ആക്റ്റീവ് ആവണം, എത്രത്തോളം ടാസ്കുകൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഫേസ് കൊണ്ട് മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്ത് വെക്കുക. ഇനി ടാസ്കുകളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്യാം. അതിനുശേഷം വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും അത് കിട്ടാനായിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബൈ.